കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തൃണമൂൽ കോൺഗ്രസ് എം പി രാജിവെച്ചു. തൃണമൂൽ രാജ്യസഭാ എം പി ജവഹർ സർക്കാരാണ് രാജിവെച്ചത്. അഴിമതിക്കെതിരെ മമതാ സർക്കാർ നടപടിയെടുത്തില്ലെന്ന് കത്തിൽ വിമർശനം. വിവരങ്ങളുമായി സ്വാതി ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സ്വാതി, മമതാ സർക്കാർ ഈ സംഭവത്തിൽ വലിയ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. രാജ്യം ഒന്നടങ്കം പ്രതിഷേധമാണ് മമതാ സർക്കാരിനെതിരെ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ സ്വന്തം പാളയത്തിൽ നിന്ന് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് മമത എത്തുന്നത്. അവരുടെ തൃണമൂലിൻ്റെ രാജ്യസഭാ എം പി രാജിവച്ചിരിക്കുകയാണ്. ഒരു കത്തെഴുതി അയച്ചിട്ടാണ് രാജി. ആ കത്തിൽ ബംഗാൾ സർക്കാരിനെ, മമതാ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ്. തീർച്ചയായും മനു, കൊൽക്കത്തയിലെ ട്രെയിനി ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. പ്രത്യേകിച്ചും മമതാ സർക്കാർ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന സാഹചര്യത്തിൽ തന്നെയാണ് പാർട്ടിയിൽ നിന്നും ഇത്തരത്തിൽ ഒരു പോരുണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. പാർട്ടിയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ എം പിയുടെ രാജി. തൃണമൂൽ രാജ്യസഭാ എം പി ആയിട്ടുള്ള ജവഹർ സർക്കാരാണ് രാജിവെച്ചിട്ടുള്ളത്. കൃത്യമായും രാജിക്കത്തിൽ മമത രൂക്ഷമായി വിമർശിച്ചാണ് അദ്ദേഹം രാജിക്കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അഴിമതിക്കെതിരെ മമതാ സർക്കാരിന് ഇതുവരെ നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. താൻ പലതവണ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചതാണ്. എന്നാൽ അപ്പോഴൊന്നും മമതയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ രാജിവെക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. മാത്രമല്ല, ഈ കൊൽക്കത്ത വിഷയവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം പുരോഗമിക്കുമ്പോൾ പോലും ഉന്നത ഡോക്ടർമാർക്ക് ഇതിൽ പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഉന്നത ഡോക്ടർമാർക്ക് പോലും അഴിമതി ഈ വിഷയത്തിൽ നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം മമതാ സർക്കാർ കൊടുത്തുവെന്നും അത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യാനോ ഇവർക്ക് നേരെ കേസെടുക്കാനോ മമതാ സർക്കാർ തയ്യാറാകാത്തത്, ആരെയാണ് മമതാ സർക്കാർ ഭയക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ രാജിക്കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ മമതയുടെ പല നിലപാടുകളോടും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം പാർലമെന്റിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി സംസാരിക്കാനും തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ സന്തോഷം കൂടി കത്തിൽ പങ്കുവെക്കുന്നുണ്ട്. അതേസമയം ഇനി ഇത്തരത്തിലൊരു അഴിമതി നിറഞ്ഞ സർക്കാരിനൊപ്പം സഞ്ചരിക്കാൻ തയ്യാറല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു രാജി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശരി, സ്വാതി ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.